അവിടെ നിന്ന് എഴുന്നേറ്റ് വേഗത്തിൽ പടികൾ ഓടിക്കയറാൻ പോയതും അവളുടെ കയ്യിലൊരു പിടുത്തം വീണു. ആ സമയം കൊണ്ട് തന്നെ അവൾ പേടികൊണ്ട് വിറച്ചു പോയിരുന്നു. കണ്ണുകൾ നിറഞ്ഞു വന്നു. അവൾ ആർത്തു കരയാൻ പോകുമ്പോഴേക്കും അവൻ്റെ ബലിഷ്ഠമായ ഒരു കൈ അവളുടെ വാ പൊത്തിപ്പിടിച്ചു. അവൾ അവൻ്റെ കൈകൾക്കിടയിൽ നിന്ന് കുതറിപ്പിടഞ്ഞു. പക്ഷേ അവൻ്റെ ബലമേറിയ കൈകരുത്തിൽ അവൾ തോറ്റുപോകുകയായിരുന്നു. എങ്ങനെയോ അവൻ്റെ കൈ അമർത്തി പിടിച്ചു മാറ്റി അവൾ ആർത്തു വിളിച്ചു, അപ്പേട്ടാ. കവലയിലെ കലുങ്കിൽ കൂട്ടുകാർക്കൊപ്പം ഇരിക്കുകയായിരുന്നു രാഹുൽ. ഏറെ നാളുകൾക്കു ശേഷം അവരെ നേരിട്ട് കണ്ട സന്തോഷത്തിലായിരുന്നു അവൻ. പെട്ടെന്നാണ് അവർക്ക് മുൻപിലൂടെ ഒരു ബൈക്ക് വേഗത്തിൽ പോയത്. ഒരു നോട്ടമേ കണ്ടുള്ളൂ എങ്കിലും ഹെൽമറ്റ് ഇടാത്തതുകൊണ്ട് തന്നെ അതിൽ പോയ ആളെ രാഹുലിന് എളുപ്പം മനസ്സിലായിരുന്നു. എടാ, ഞാനെന്നാ പോട്ടെ പറഞ്ഞുകൊണ്ട് രാഹുൽ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. എന്താടാ പെട്ടെന്ന്? കുറച്ചു നേരം കൂടി ഇരുന്നിട്ട് പോ, അവൻ്റെ കൂട്ടുകാരിൽ ഒരാൾ പറഞ്ഞു. ഏയ് ഇല്ലടാ, ഇനി ഇരുന്നാൽ ശരിയാവില്ല. ആ ജിതിനാണ് അങ്ങോട്ട് പോയതെന്ന് തോന്നുന്നു. അവളുള്ളതല്ലേ അവിടെ, ഞാനൊന്ന് പോയി നോക്കട്ടെ. പറയുമ്പോൾ അവളെക്കുറിച്ചുള്ള ഒരു തരം ആവലാതി അവൻ്റെ വാക്കുകളിൽ നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ ചെല്ല്, അവൻ അത്ര ശരിയല്ല. കൂട്ടത്തിൽ ഒരുത്തൻ പറഞ്ഞതും രാഹുലിൻ്റെ മനസ്സിലും അത് തന്നെയായിരുന്നു. പിന്നെ അവിടെ നിൽക്കാതെ അവരോട് പോയിട്ട് വരാമെന്നും പറഞ്ഞ് അവൻ വേഗത്തിൽ മുൻപോട്ട് നടന്നു. എടാ, ഒന്ന് നിന്നേ. പിറകിൽ നിന്നും ഒരുത്തൻ അവനെ വിളിച്ചതും രാഹുൽ തിരിഞ്ഞു നോക്കി. എന്താടാ, നിനക്ക് അവളെ ഇഷ്ടമാണോ? അവൻ ചോദിച്ചു. പക്ഷേ രാഹുൽ അതിനൊന്നും പറഞ്ഞില്ല. വെറുതെ ഒന്ന് ചിരിച്ചതേയുള്ളൂ. പക്ഷേ ആ മനോഹരമായ ചിരിയിലുണ്ടായിരുന്നു അവൻ്റെ മനസ്സിൽ എന്താണെന്ന്. അതുകണ്ട് അവൻ്റെ കൂട്ടുകാരുടെ ചുണ്ടിലും ഒരു ചിരി വിരിഞ്ഞു. അവൻ വേഗത്തിൽ തറവാട്ടിലേക്ക് നടന്നു. ഇടവഴിയിൽ എത്തിയപ്പോൾ തന്നെ കണ്ടു പടിപ്പുരയ്ക്ക് പുറത്തായി നിർത്തിയിട്ടിരിക്കുന്ന അവൻ്റെ ബൈക്ക്. ഇതെന്താ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നേ? അവൻ്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. അവൻ വേഗത്തിൽ തറവാട്ടിലേക്ക് നടന്നു. കഴിഞ്ഞ ദിവസമാണ് പുതിയതായി വാങ്ങിയ പെൻഡ്രൈവ് തറവാട്ടിലെ മുറിയിൽ വെച്ച് മറന്നുപോയെന്ന് ജിതിന് ഓർമ്മ വന്നത്. എന്നാൽ പിന്നെ ബാംഗ്ലൂരിൽ പോകുന്നതിന് മുൻപേ അത് വന്ന് എടുക്കാമെന്ന് കരുതി വന്നതാണ് അവൻ. ഇടവഴിയിൽ നിന്ന് തന്നെ അവൻ കണ്ടിരുന്നു പറമ്പിലൂടെ നടന്നു പോകുന്ന ഗായത്രിയെ. അതുകൊണ്ടാണ് വണ്ടി മുറ്റത്തേക്ക് കയറ്റാതെ ഇടവഴിയിൽ വെച്ച് തന്നെ അകത്തേക്ക് വന്നത്. അവൾക്ക് പിറകെ ചെന്നപ്പോഴാണ് മനസ്സിലായത് അവൾ കുളക്കടവിലേക്കാണ് പോകുന്നതെന്ന്. ഒറ്റയ്ക്കാണെന്നും അവിടെയൊന്നും ആരുമില്ലെന്നും മനസ്സിലായതും അവൻ്റെ മനസ്സിലെ ദുഷ്ടൻ ഉണർന്നു. കുളക്കടവിലെത്തിയതും കണ്ടത് വെള്ളത്തിൽ കാലുമിട്ട് എന്തോ ആലോചിച്ചിരിക്കുന്ന അവളെയും. അവളുടെ തിങ്ങി നിറഞ്ഞ നീണ്ട തലമുടി അവനെ ഒന്നുകൂടി ഭ്രമിപ്പിക്കുന്നതായിരുന്നു. ആദ്യം മുതൽ തന്നെ അവളെ അവനൊരു നോട്ടമുണ്ടായിരുന്നു. അവൻ ചുറ്റും ഒന്ന് നോക്കി. ആ പരിസരത്തൊന്നും ആരുമില്ലെന്ന് കണ്ടപ്പോൾ ഇതുതന്നെയാണ് നല്ല അവസരമെന്ന് അവന് തോന്നി. തറവാട്ടിലെത്തിയ രാഹുൽ നേരെ ചെന്നത് അവളുടെ മുറിയിലേക്കാണ്. അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവളെ അവിടെ കണ്ടില്ല. മുത്തശ്ശിയുടെ മുറിയിലുമില്ല. മുത്തശ്ശി നല്ല ഉറക്കമാണ്. അടുക്കളയിൽ ചെന്നപ്പോൾ അവിടെയും ആരുമില്ല. ലക്ഷ്മിയമ്മേ, അവൻ വിളിച്ചുകൊണ്ട് ഹാളിലേക്ക് വന്നു. അവൻ്റെ വിളി കേട്ട് സാവിത്രിയമ്മയാണ് പുറത്തേക്ക് വന്നത്. എന്താടാ അപ്പു, നീ എന്താ ആകെ വല്ലാതിരിക്കുന്നേ? അവൻ്റെ മുഖത്തെ വെപ്രാളം കണ്ട് അവർ ചോദിച്ചു. ഒന്നുമില്ല ചെറിയമ്മേ. ഗായു അവളെവിടെ? അവൻ ചോദിച്ചു. ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ പറമ്പിലൂടെയൊക്കെ ഒന്ന് നടന്നിട്ട് വരാമെന്നും പറഞ്ഞ് ഇറങ്ങിയതാ. പുറത്തേക്ക് പോകേണ്ട, പറമ്പിലൂടെ നടന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തന്നെ ഉണ്ടാകും. അതുകേട്ട് അവൻ വേഗം പുറത്തേക്ക് നടക്കാനൊരുങ്ങി. എന്താടാ, എന്തു പറ്റി? എന്തേലും പ്രശ്നമുണ്ടോ? അവന് പിറകെ നടന്നുകൊണ്ട് സാവിത്രിയമ്മ ചോദിച്ചു. അപ്പോഴേക്കും അത് കേട്ട് ലക്ഷ്മിയമ്മയും അവിടേക്ക് വന്നിരുന്നു. എന്തേ, ഇവൻ്റെ മുഖമെന്താ ആകെ വല്ലാതെ? ലക്ഷ്മിയമ്മ ചോദിച്ചു. അറിയില്ല ഏട്ടത്തി, ഗായുമോളെയാ ചോദിക്കുന്നേ, സാവിത്രിയമ്മ പറഞ്ഞു. അവൾ ഈ പറമ്പിൽ എവിടെയോ ഉണ്ട് അപ്പു. ഇതിലൂടെയൊക്കെ ഒന്ന് നടന്നിട്ട് വരാമെന്നും പറഞ്ഞ് ഇപ്പോൾ പോയിട്ടേയുള്ളൂ, ലക്ഷ്മിയമ്മ പറഞ്ഞു. ലക്ഷ്മിയമ്മേ, ജിതിൻ ഇങ്ങോട്ട് വന്നിരുന്നോ? ഇല്ലല്ലോ, അവൻ 2 ദിവസം മുൻപ് പോയതല്ലേ, ലക്ഷ്മിയമ്മ പറഞ്ഞതും അവൻ്റെ നെഞ്ചൊന്ന് പിടച്ചു. അല്ല ലക്ഷ്മിയമ്മേ, അവൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അവൻ വരുന്നത് കണ്ടിട്ടാ ഞാൻ വേഗം ഇങ്ങ് പോന്നേ. പക്ഷേ വണ്ടി മുറ്റത്തേക്ക് കയറ്റിയിട്ടില്ല. പടിപ്പുരയ്ക്ക് പുറത്തു നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു. എനിക്ക് എന്തോ പേടിയാകുന്നു. പറഞ്ഞുകൊണ്ട് അവൻ വേഗം പറമ്പിലേക്ക് ഇറങ്ങി നടന്നു. അമ്മയോട് പറയേണ്ട സാവിത്രി, ആ വാതിലങ്ങ് ചാരി വെച്ചേക്ക്, പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയമ്മയും അവന് പിറകെ പറമ്പിലേക്കോടി. ലക്ഷ്മിയമ്മയ്ക്ക് പിറകെ വാതിൽ വെറുതെ ചാരി വെച്ച് സാവിത്രിയമ്മയും. വീടിനു ചുറ്റും അവരവളെ തിരഞ്ഞു. അവിടെയെങ്ങും അവളില്ല. പിന്നെയുള്ളത് ഏക്കർ കണക്കിന് നിറഞ്ഞു നിൽക്കുന്ന കവുങ്ങിൻതോട്ടമാണ്.
അവരാ തോട്ടത്തിന് നടുവിലൂടെ എങ്ങോട്ടെന്നില്ലാതെ ഓടി. അവൻ്റെ കൈകാലുകൾ കുഴയുന്നുണ്ടായിരുന്നു. അവളെ ഓർത്ത് അവൻ്റെ ഹൃദയം പിടച്ചു. അവൾക്കൊന്നും പറ്റിക്കാണല്ലേ എന്നായിരുന്നു അവൻ്റെ പ്രാർത്ഥന. കാരണം ജിതിൻ, അവൻ അത്രയും വൃത്തികെട്ടവനാണ്. അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്തവൻ. പെട്ടെന്നാണ് അപ്പേട്ട എന്നൊരു വിളി അവർ കേട്ടത്. എല്ലാവരും ഒന്ന് ഞെട്ടി. എവിടെ നിന്നാണ് വിളി വന്നത് എന്ന് പോലും മനസ്സിലാകുന്നതിനു മുൻപേ അത് നിന്നു. ഒരു വിളി, ഒരേ ഒരു വിളി, അത് മാത്രമേ കേട്ടുള്ളൂ. എന്തോ ഓർത്തെടുത്ത ശേഷം അവൻ കൗങ്ങിൻതോട്ടത്തിലൂടെ മുന്നിലേക്കോടി. അവൻ ഓടിച്ചെന്നത് കുളക്കടവിലേക്കായിരുന്നു. അവിടെ കോടിയെത്തിയതും കണ്ട കാഴ്ചയിൽ അവനും ആ 2 അമ്മമാരും ഞെട്ടിപ്പോയി. ജിതിൻ്റെ കൈകളിൽ കിടന്നു കുതറി പിടയുന്ന അവൾ. അവളുടെ വാ ഒരു കൈകൊണ്ട് അവൻ പൊത്തിപ്പിടിച്ചിട്ടുണ്ട്. ഒരു ക്രൂര മൃഗത്തെപ്പോലെ അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവൻ. അവളുടെ ചുരിദാറിൻ്റെ ഒരു കൈ കീറി പറഞ്ഞിട്ടുണ്ട്. പിടിവലിയിൽ പറ്റിയതോ അവൻ വലിച്ചു കീറിയതോ ആയിരിക്കണം. അവൻ്റെ മുഖം അവളിലേക്ക് അടുത്തു വന്ന നിമിഷം തന്നെ രാഹുലിൻ്റെ കാലുകൾ അവനെ കുളത്തിലേക്ക് ചവിട്ടി വീഴ്ത്തിയിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് ജിതിനും അവൾക്കും പെട്ടെന്ന് മനസ്സിലായില്ല. വെള്ളത്തിൽ നിന്നും മുങ്ങി നിവർന്ന അവൻ കുളപ്പടവിൽ നിൽക്കുന്നവരെ കണ്ടു ഞെട്ടി. ലക്ഷ്മിയമ്മയെയും സാവിത്രിയമ്മയെയും കണ്ട ഞെട്ടലിലായിരുന്നു അവൻ. ശേഷം അവൻ്റെ കണ്ണുകൾ അവർക്ക് തൊട്ടപ്പുറം നിൽക്കുന്ന രാഹുലിൻ്റെ നേർക്കെത്തി. തന്നെ കൊല്ലാനുള്ള ദേഷ്യവുമായി നിൽക്കുന്നവനെ കണ്ടതും ജിതിന് വല്ലാത്ത ദേഷ്യം തോന്നി. അവളൊരു ഞെട്ടലോടെ തനിക്കരികിൽ വന്നു നിൽക്കുന്നവനെ ഒന്ന് നോക്കി. കുളത്തിൽ വീണു കിടക്കുന്നവനെ കത്തുന്ന കണ്ണുകളോടെ നോക്കി നിൽക്കുകയാണ്. അവൻ്റെ കണ്ണിൽ വലിയൊരു അഗ്നി തന്നെ എരിയുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. ആ അപ്പേട്ടാ! ഒരു കരച്ചിലോടെ അവൾ അവൻ്റെ അരികിലേക്ക് ചേർന്നു വന്നതും ബോധം മറഞ്ഞവൾ അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ വീണിരുന്നു. താഴെ വീഴുന്നതിനു മുൻപ് അവൻ അവളെ പിടിച്ചു നിർത്തി. ലക്ഷ്മിയമ്മയും സാവിത്രിയമ്മയും കരഞ്ഞുകൊണ്ട് അവളെ വന്ന് താങ്ങി പിടിച്ചു. ദ്രോഹി, എല്ലാം നശിപ്പിച്ചിട്ട് വന്നു നിൽക്കുന്നത് കണ്ടില്ലേ? ജിതിൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് കുളത്തിൽ നിന്നും കയറി വന്നു. ഡാ, നീ എന്നെ ചവിട്ടിയല്ലേ? എൻ്റെ മേലെ കാല് വെക്കാൻ മാത്രം നീ ആയോ? നിന്നെ ഞാനിന്ന്... അതും പറഞ്ഞുകൊണ്ട് ജിതിൻ അപ്പുവിന് നേരെ വന്നതും ലക്ഷ്മിയമ്മയുടെ കൈകൾ ഒന്ന് ഉയർന്നു താഴ്ന്നിരുന്നു. അവരുടെ അടിയുടെ ശക്തിയിൽ ജിതിൻ്റെ മുഖം ഒരു വശത്തേക്ക് ചരിഞ്ഞുപോയി. ലക്ഷ്മിയമ്മയുടെ കത്തുന്ന കണ്ണുകളിൽ തന്നെ ജിതിൻ്റെ നോട്ടം ഒരു നിമിഷം തറഞ്ഞു നിന്നുപോയി. സാവിത്രിയമ്മയുടെ കണ്ണുകളും അവനെ നോക്കി ദഹിപ്പിക്കുന്നുണ്ടായിരുന്നു. അവന് അവരോടും വല്ലാത്ത ദേഷ്യം തോന്നി. ഇനി ഒരു വട്ടം നിന്റെ നോട്ടമെങ്കിലും ഇവളുടെ നേരെ വീണാൽ ഇതുവരെ കണ്ട രാഹുലിനെ ആയിരിക്കില്ല നീ കാണാൻ പോകുന്നത്. ഓർത്തുവെച്ചോ? പറഞ്ഞുകൊണ്ട് തൻ്റെ നെഞ്ചിലേക്ക് ബോധമില്ലാതെ ചാഞ്ഞു കിടക്കുന്നവളെ 2 കൈകൊണ്ടും കോരിയെടുത്ത് അവൻ തറവാട്ടിലേക്ക് നടന്നു. അവന് പിറകെ ജിതിനെ ഒന്നുകൂടി തറപ്പിച്ചു നോക്കിക്കൊണ്ട് ലക്ഷ്മിയമ്മയും സാവിത്രിയമ്മയും. ഉറക്കം എഴുന്നേറ്റതും അകത്തൊന്നും ആരെയും കാണാതെ ഉമ്മറത്ത് വന്നിരിക്കുകയായിരുന്നു മുത്തശ്ശി. ഇവരിതെല്ലാം എവിടെ പോയി ആവോ? സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവളെയും എടുത്ത് രാഹുൽ ഉമ്മറത്തേക്ക് കയറി വന്നത്. അവന് പിറകെ തന്നെ സാവിത്രിയമ്മയും ലക്ഷ്മിയമ്മയും ഉണ്ട്. അയ്യോ, ഇതെന്തു പറ്റി എൻ്റെ മോൾക്ക്? ചോദിച്ചുകൊണ്ട് മുത്തശ്ശി എഴുന്നേറ്റ് അവർക്ക് അരികിലേക്ക് വന്നു. അവളുടെ ചുരിദാറിൻ്റെ ഒരു കൈ കീറിക്കിടന്നിരുന്നു. അതു കണ്ട് അരുതാത്തതെന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മുത്തശ്ശിക്ക് മനസ്സിലായി. അയ്യോ, എൻ്റെ മോൾക്ക് ഇതെന്താ പറ്റിയേ? ബോധമില്ലാതെ കിടക്കുന്ന അവളെ കണ്ട് മുത്തശ്ശി കരഞ്ഞുകൊണ്ട് ചോദിച്ചു. അമ്മയുടെ മൂത്ത മോളെ സന്തതിയില്ലേ, അവൻ തന്നെ എല്ലാത്തിനും കാരണം, ലക്ഷ്മിയമ്മ പറഞ്ഞു. അപ്പോഴേക്കും സാവിത്രിയമ്മ ചെന്ന് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തുകൊണ്ട് വന്ന് അവളുടെ മുഖത്ത് തെളിച്ചു. മുഖത്ത് വെള്ളം വന്നു വീണതും അവൾ പതിയെ കണ്ണ് ചിമ്മി തുറന്നു. ചുറ്റുമുള്ളവരെ കണ്ട് അവളൊന്ന് പകച്ചു നോക്കി. പിന്നെ ഒരു പൊട്ടിക്കരച്ചിലോടെ മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചു. ലക്ഷ്മിയമ്മ അവളെ ഒരു ഗ്ലാസ് വെള്ളം കുടിപ്പിച്ചു. വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് അവൾ എങ്ങനെയൊക്കെയോ 2 ഇറക്ക് വെള്ളം കുടിച്ചു. വരണ്ട തൊണ്ടയ്ക്ക് ആ വെള്ളം അല്പം ആശ്വാസമായി. എങ്കിലും അവളുടെ മനസ്സും ശരീരവും ഒരുപോലെ ചുട്ടുപൊള്ളി. അവളുടെ കരച്ചിൽ കാണുമ്പോൾ രാഹുലിൻ്റെ ദേഷ്യം ഒന്നുകൂടി കൂടി. അവൻ തൻ്റെ കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ചു. ഒരു നിമിഷം താനൊന്ന് വൈകിയിരുന്നെങ്കിൽ, ആ ബൈക്കിൽ വന്നിരുന്നത് അവനാണെന്ന് താൻ ശ്രദ്ധിച്ചില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു? മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് കരയുന്ന അവളെ അവൻ ഒരു അലിവോടെ നോക്കി. സാവിത്രിയമ്മ അവളുടെ അടുത്ത് ചെന്നിരുന്ന് തലോടിക്കൊണ്ട് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഒന്നും പറ്റിയില്ലല്ലോ മോളെ, അപ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തിയില്ലേ? ഇങ്ങനെ കരയാതെ. വെറുതെയാണെന്ന് അറിഞ്ഞിട്ടും ലക്ഷ്മിയമ്മ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ച് തൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന അപ്പുവിനെ അവരൊന്നു നോക്കി. അവൻ്റെ മനസ്സ് അവർക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. ഇന്നലെ വന്നപ്പോൾ മുതൽ അവർ അവളെയും അവനെയും ശ്രദ്ധിക്കുന്നതാണ്.
അവർക്കിടയിൽ വല്ലാത്തൊരു നിഷ്കളങ്കമായ സ്നേഹം നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്ന് എല്ലാവരെയും പോലെ അവർക്കും മനസ്സിലായിരുന്നു. മുത്തശ്ശനെയും മുത്തശ്ശിയെയും ഓർത്തായിരിക്കും അവനൊന്നും പറയാതെ നിൽക്കുന്നതെന്ന് അവർക്ക് തോന്നി. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ പറഞ്ഞുകൊണ്ട് അവർ അകത്തേക്ക് ചെന്നു. ഫോണെടുത്ത് അവർ മുത്തശ്ശനെയും ഭർത്താവിനെയും കൂടാതെ ബാലചന്ദ്രനെയും വിളിച്ച് എത്രയും വേഗം വീട്ടിലേക്ക് എത്തണം എന്ന് പറഞ്ഞു. എന്താണ് കാര്യമെന്ന് അവർ ചോദിച്ചെങ്കിലും വന്നിട്ട് പറയാം, എത്രയും പെട്ടെന്ന് എത്തണമെന്ന് മാത്രം പറഞ്ഞു ഫോൺ വെച്ചു. മുത്തശ്ശനോട് മാത്രം ജിതിൻ വന്നിട്ടുണ്ടെന്നും ഗായത്രിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്നും പറഞ്ഞു. കേട്ട കാര്യം വിശ്വസിക്കാതിരിക്കാൻ മുത്തശ്ശന് ആകുമായിരുന്നില്ല. കാരണം ഇതിനോടകം തന്നെ അവൻ്റെ സ്വഭാവം താൻ അടക്കം എല്ലാവരും മനസ്സിലാക്കിയതാണ്. അതുകൊണ്ടാണ് അവൻ ഇവിടെ ഉള്ളപ്പോൾ ഗായത്രിയെ ഇവിടെ നിർത്താൻ പേടിച്ചതും ഇപ്പോൾ അവനില്ലാത്തപ്പോൾ വിളിച്ചു വരുത്തിയതും. മുത്തശ്ശൻ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. അധികം വൈകാതെ തന്നെ 2 കാറുകൾ ആ തറവാടിൻ്റെ മുറ്റത്ത് വന്നു നിന്നു. എന്താ ഇവിടെ പ്രശ്നം? അതും ചോദിച്ചുകൊണ്ടാണ് രാമചന്ദ്രനും ബാലചന്ദ്രനും ഉമ്മറത്തേക്ക് കയറി വന്നത്. അപ്പോഴാണ് മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഗായത്രിയെ അവർ കണ്ടത്. കരഞ്ഞു കരഞ്ഞ് ഇപ്പോൾ അവളിൽ നിന്നും നേർത്തൊരു തേങ്ങൽ മാത്രമാണ് പുറത്തേക്ക് കേൾക്കുന്നത്. ഇടയ്ക്ക് അവൾ വെട്ടി വിറയ്ക്കുന്നുമുണ്ട്. അവളുടെ ഡ്രസ്സിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ തന്നെ അരുതാത്ത എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അപ്പു, എന്താടാ, എന്താ ഇവിടെ സംഭവിച്ചേ? പുറത്തേക്ക് നോക്കി ദേഷ്യത്തിൽ നിൽക്കുന്ന അപ്പുവിനെ കണ്ട് രാമചന്ദ്രൻ ചോദിച്ചു. നിങ്ങളുടെ ഒരു പെങ്ങളുടെ മോനില്ലേ, ഒരു വിളഞ്ഞ വിത്ത്? അവൻ തന്നെ. അവനല്ലാതെ ഇത്രയും വൃത്തികേട് വേറെ ആര് ചെയ്യും? അപ്പു എന്തെങ്കിലും പറയുന്നതിനു മുൻപേ ലക്ഷ്മിയമ്മയാണ് അത് പറഞ്ഞത്. അവരുടെ ദേഷ്യം ഇപ്പോഴും ഒട്ടും കുറയാത്തതുപോലെ. പെൺകുട്ടികളില്ലാത്ത അവർക്ക് ഗായത്രിയോട് സ്വന്തം മോളോട് എന്ന പോലെ ഒരിഷ്ടമാണ്. മാത്രമല്ല ഒരു പെണ്ണിനോടും ചെയ്യാൻ പാടില്ലാത്തത് നേരിട്ട് കണ്ട ഞെട്ടലും ദേഷ്യവും കൂടി അവർക്കുള്ളിൽ ഉണ്ടായിരുന്നു. ആര്, ജിതിനോ? രാമചന്ദ്രൻ ചോദിച്ചു. അവൻ തന്നെ, ലക്ഷ്മിയമ്മ പറഞ്ഞു. അതിന് അവൻ ഇവിടെ ഇല്ലല്ലോ, ബാംഗ്ലൂർ എങ്ങാനും പോയി എന്നല്ലേ നീ പറഞ്ഞേ? അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അത് സത്യമാണോ കള്ളമാണോ എന്ന് നമുക്കറിയില്ലല്ലോ. ശരിക്കും എന്താ സംഭവിച്ചത്? ബാലചന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശൻ്റെ കാർ കൂടി മുറ്റത്ത് വന്നു നിന്നിരുന്നു. എവിടെ അവൻ? ചോദിച്ചുകൊണ്ട് ദേഷ്യത്തിൽ കാറിൽ നിന്നും ഇറങ്ങി വരുന്ന മുത്തശ്ശനെ കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടി. അച്ഛനോട് ഞാൻ പറഞ്ഞിരുന്നു, ലക്ഷ്മിയമ്മ പറഞ്ഞു. എവിടെ അവൻ? ചോദിച്ചത് കേട്ടില്ലേ? ഈ സ്വഭാവം അടിച്ചു ശരിയാക്കിയില്ലെങ്കിൽ വീടിനും നാടിനും ഒരുപോലെ ദോഷമാകും. കുളത്തിൽ ഉണ്ടായിരുന്നു, ഇതുവരെ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. അത് പറഞ്ഞത് സാവിത്രിയമ്മയാണ്. കുളത്തിലോ? ശരിക്കും എന്താ സംഭവിച്ചത്? ലക്ഷ്മിയമ്മ നടന്നതെല്ലാം പറഞ്ഞു കഴിഞ്ഞതും എല്ലാവരും ഞെട്ടിത്തരിച്ചു നിന്നു. ജിതിൻ്റെ സ്വഭാവം അത്ര കൊള്ളാവുന്നതല്ലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഞെട്ടലായിരുന്നു. മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് തളർന്നു കിടക്കുന്ന അവളെ അവരെല്ലാം ഒരു അലിവോടെ നോക്കി. അപ്പു ജിതിനെ കണ്ടില്ലായിരുന്നുവെങ്കിൽ, അവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു? ഓർക്കാൻ കൂടി വയ്യ. രാമചന്ദ്രൻ ഒരു വല്ലായ്മയോടെ പറഞ്ഞു. അച്ഛനൊരു കാര്യം ചെയ്യ്, രാധയെ ഇങ്ങു വിളിക്ക്. ഇതങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. അത് പറഞ്ഞത് ബാലചന്ദ്രനാണ്. ഞാൻ വിളിക്കാം. അതിനു മുൻപ് ആ കള്ളത്തെമ്മാടിയെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വാ. എനിക്ക് അവനോട് 2 ചോദിക്കണം. മുത്തശ്ശൻ പറഞ്ഞതും ബാലചന്ദ്രനും രാമചന്ദ്രനും മുറ്റത്തേക്ക് ഇറങ്ങി കുളത്തിലേക്ക് നടന്നു. എന്നാൽ അവിടെയൊന്നും അവനെ കണ്ടില്ല. അവർ തിരികെ തറവാട്ടിലേക്ക് തന്നെ വന്നു. അവിടെയൊന്നും അവനില്ല അച്ഛാ, എവിടെ പോയോ ആവോ പറഞ്ഞുകൊണ്ട് അവർ ഉമ്മറത്തേക്ക് കയറിയിരുന്നു. അവൻ്റെ ബൈക്ക് എവിടെയാ? പടിപ്പുരയ്ക്ക് പുറത്തായിരുന്നോ വെച്ചിരുന്നേ? അതെ, അപ്പു പറഞ്ഞു. എന്നാൽ ഞങ്ങൾ വരുമ്പോൾ അവിടെ അങ്ങനെ ഒരു ബൈക്കൊന്നുമില്ല. അവനിപ്പോൾ ഈ നാട് വിട്ടു കാണും. ലക്ഷ്മി, നീ മോളെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോ. എന്നിട്ട് അവൾക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്ക്. ആകെ തളർന്നിട്ടുണ്ട്, രാമചന്ദ്രൻ പറഞ്ഞു. വാ മോളെ. സാവിത്രിയമ്മയും ലക്ഷ്മിയമ്മയും അവളെയും കൂട്ടി അകത്തേക്ക് നടന്നു. അവർക്കൊപ്പം പോകുന്നതിനിടയിൽ ആ തളർച്ചയിലും അവളൊന്ന് തിരിഞ്ഞ് അപ്പുവിനെ നോക്കി. അവൻ്റെ കണ്ണുകളും അവളിൽ തന്നെയായിരുന്നു. അവൾക്കാകെ ഒരു വല്ലായ്മ തോന്നി. ഒരുപാട് തവണ നിർബന്ധിച്ചെങ്കിലും അവൾക്ക് കഴിക്കാനൊന്നും വേണ്ട, ഒന്ന് കിടന്നാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവരൊന്നും പറഞ്ഞില്ല. ഒന്നുറങ്ങിയാൽ ആശ്വാസം കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്ന് അവരും കരുതി. ലക്ഷ്മിയമ്മ അവൾ ഉറങ്ങുകയാണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അവൻ പിന്നെ അവളെ ശല്യം ചെയ്യേണ്ടെന്ന് കരുതി. രാത്രി അത്താഴം കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ അവളെ കാണാതെ അവനൊന്ന് ചുറ്റും നോക്കി. മോളെവിടെ ലക്ഷ്മി? അവൾ എവിടെയെന്ന് ചോദിക്കാൻ അവൻ പോകുമ്പോഴാണ് മുത്തശ്ശി അത് ചോദിച്ചത്. അവൻ ലക്ഷ്മിയമ്മയെ ഒന്ന് നോക്കി. ഞാൻ ഒരുപാട് വിളിച്ചമ്മേ, വരുന്നില്ല.
ഇനി മുറിയിലേക്ക് കൊണ്ടു കൊടുത്തോളാം. ഒന്നും കഴിക്കാതെ കിടക്കാൻ സമ്മതിക്കല്ലേ? മുത്തശ്ശി പറഞ്ഞതും ലക്ഷ്മിയമ്മ തലയാട്ടി. ഞാനൊന്ന് അവളെ നോക്കിയിട്ട് വരാം മുത്തശ്ശി പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ മുറിയിലേക്ക് നടന്നു. ചാരി വെച്ചിരുന്ന വാതിൽ തുറന്നതും കണ്ടു കട്ടിലിൽ ചുരുണ്ടുകൂടി കിടക്കുന്നവളെ. അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. ഉറക്കമല്ല, കണ്ണു തുറന്നാണ് കിടക്കുന്നത്. ഒരിമ പോലും വെട്ടാതെയുള്ള അവളുടെ കണ്ണുകൾ കണ്ടാലറിയാം അവൾ വേറെ ഏതോ ലോകത്താണെന്ന്. അവൻ അവൾക്ക് അരികിലായി വന്നിരുന്ന് പതിയെ അവളുടെ തോളിൽ കൈവച്ചു. അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. തൻ്റെ അരികിലായി ഇരിക്കുന്ന അവനെ കണ്ട് അവളൊന്ന് അവനെ നോക്കി ചിരിച്ചു. താൻ എന്താ ഭക്ഷണം കഴിക്കാൻ വരാത്തേ? മുത്തശ്ശിയൊക്കെ ചോദിക്കുന്നു. താൻ എന്താ വരാത്തേന്ന്? വന്നേ, വാ, വന്ന് എന്തേലും കഴിക്ക്, എന്നിട്ട് വന്ന് കിടന്നോ. എനിക്ക് വേണ്ട, ഏട്ടൻ ചെന്ന് കഴിച്ചോ, അവൾ പറഞ്ഞു. അതെന്താ നിനക്ക് വേണ്ടാത്തേ? വിശക്കുന്നില്ലേ? അവൻ വീണ്ടും ചോദിച്ചു. അവളൊന്നും പറഞ്ഞില്ല. വിശക്കുന്നില്ല എന്ന് തലയാട്ടി. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്? വന്ന് എന്തെങ്കിലും കഴിക്ക്. എനിക്ക് വേണ്ടാത്തത് കൊണ്ടായേട്ടാ, വിശക്കുന്നില്ല. നോക്ക്, ഞാനല്ലേ പറയുന്നേ. അവൻ്റെ ഒരു നോട്ടം പോലും ഇനി നിന്റെ നേർക്ക് വരില്ല. വരാതെ ഞാൻ നോക്കിക്കോളാം. ഞാനില്ലേ കൂടെ? അവൻ അവളുടെ കൈ പിടിച്ചെടുത്ത് തൻ്റെ കൈകൾക്കുള്ളിലാക്കി പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്തോ അവൻ്റെ വാക്കുകളും പ്രവൃത്തികളും അവളെ കൂടുതൽ സങ്കടപ്പെടുത്തുകയാണ് ചെയ്തത്. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നേരത്തെ അപ്പേട്ടൻ വരാൻ ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ അവൻ എന്നെ... ബാക്കി പറയാതെ അവൾ കണ്ണിറുക്കി പിടിച്ചുകൊണ്ട് കരഞ്ഞു. അങ്ങനെ ഉണ്ടായില്ലല്ലോ, ഞാൻ വന്നല്ലോ. പിന്നെന്താ? ഞാനുള്ളപ്പോൾ അവനെന്നല്ല ആരും നിന്നെ ഇനി തൊടില്ല. ആ ഉറപ്പ് ഞാൻ തരാം പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ നിറഞ്ഞൊഴുകിയ കണ്ണുകൾ തുടച്ചു കൊടുത്തു. വാ, വന്നേ, വന്ന് നല്ല കുട്ടിയായി ഭക്ഷണം കഴിച്ചേ, അവൻ വീണ്ടും പറഞ്ഞു. എനിക്ക് വിശപ്പില്ലാത്തോണ്ടാ, കഴിക്കാൻ തോന്നുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നോക്കുമോളെ, ഇത് നമ്മുടെ വീടല്ല. അവരൊക്കെ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് വെച്ച് നമ്മുടെ വാശിയും ദേഷ്യവും ഒന്നും ഇവിടെ നമ്മൾ കാണിക്കാൻ പാടില്ല. നമ്മുടെ ദേഷ്യവും വാശിയും ഒക്കെ കാണിക്കാൻ നമുക്ക് നമ്മുടെ വീടില്ലേ? നിനക്ക് ഞാനും എനിക്ക് നീയുമില്ലേ? നമുക്ക് നമ്മൾ മതി. ആ പാവം മനുഷ്യരെ നമ്മളായിട്ട് വേദനിപ്പിക്കരുത്. അവൻ പറഞ്ഞതും അവൾ അവനെ തന്നെ ഒന്ന് നോക്കി. അവൻ പറഞ്ഞ ചില വാചകങ്ങൾ, ചില വാക്കുകൾ അവളുടെ കാതിൽ വീണ്ടും കേട്ടുകൊണ്ടിരുന്നു. എന്നും എന്നും എൻ്റെ കൂടെ ഉണ്ടാവുമോ? ചോദിക്കാതിരിക്കാൻ അവൾക്കായില്ല. അവൻ കണ്ണുകൾ ഇറുക്കെ ചിമ്മിക്കൊണ്ട് ഉണ്ടാകുമെന്ന് തലയാട്ടി. നെറ്റിയിലേക്ക് വീണുകിടക്കുന്ന അവളുടെ മുടിയെല്ലാം ഒതുക്കി വെച്ചു കൊടുത്തു. ഉണ്ടാകും, എനിക്ക് നീയും നിനക്ക് ഞാനും, അത് മതി പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ നെറുകിൽ പതിയെ ചുണ്ടു ചേർത്തു. അവളുടെ കണ്ണുകൾ വിടർന്നു. അവളിലൂടെ ഒരു വിറയൽ കടന്നുപോയി. അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അത്. അവൾ അവനെ തന്നെ നോക്കി നിന്നുപോയി. മതി നോക്കിയത്, ഇനി നമ്മുടെ വീട്ടിൽ ചെന്നിട്ട്, അവനൊരു കള്ളച്ചിരിയോടെ പറഞ്ഞതും അവൾക്ക് വല്ലാത്ത ചമ്മൽ തോന്നി. നാണം കൊണ്ട് അവളുടെ കവിൾ ചുവക്കുന്നത് അന്ന് അവൻ ആദ്യമായി കണ്ടു. അവളെയും കൂട്ടി അവൻ ഹാളിലേക്ക് വരുമ്പോൾ ആരും കഴിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും അവർക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അവൻ്റെ കൂടെ വരുന്ന അവളെ കണ്ട് എല്ലാവരുടെ മുഖവും ഒന്ന് തെളിഞ്ഞിരുന്നു. ലക്ഷ്മിയമ്മയും സാവിത്രിയമ്മയും ഇത്ര നേരം പറഞ്ഞിട്ടും വേണ്ടെന്ന് പറഞ്ഞു കിടന്നവൾ ഇപ്പോൾ അവൻ പോയി വിളിച്ചപ്പോൾ എഴുന്നേറ്റ് വന്നിരിക്കുന്നു. അവർ പരസ്പരം താങ്ങും തണലും സകല വേദനകൾക്കുള്ള മരുന്നുമായി മാറുകയാണെന്ന് അവർക്കെല്ലാം മനസ്സിലാവുകയായിരുന്നു ആ സമയം. രാവിലത്തെ ചായ കഴിഞ്ഞ് അവളും അവനും മുത്തശ്ശിയുടെ കൂടെ ഉമ്മറത്തിരിക്കുകയാണ്. അപ്പോഴാണ് മുത്തശ്ശൻ അവിടേക്ക് വന്നത്. എന്താണാവോ മുത്തശ്ശിയും മക്കളും കൂടി ഒരു രഹസ്യം പറച്ചില് ചോദിച്ചുകൊണ്ട് മുത്തശ്ശനും അവർക്കരികിലായി വന്നിരുന്നു. അങ്ങനെ രഹസ്യമൊന്നുമില്ല മുത്തശ്ശ, ഞങ്ങൾ വെറുതെ ഓരോന്ന്. അപ്പുവാണ് അത് പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾ ഇന്നു തന്നെ പോകുന്നുണ്ടോ? 2 ദിവസം കൂടി ഇവിടെ നിന്നിട്ട് പോയാൽ പോരെ? മുത്തശ്ശൻ ചോദിച്ചതും അവർ രണ്ടുപേരും ഒന്ന് പരസ്പരം നോക്കി. ഇന്നലത്തെ സംഭവത്തിൽ നിന്നും അവൾ പൂർണ്ണമായും പുറത്തു കടന്നിട്ടില്ല. ഇപ്പോഴും അതിൻ്റെ ഒരു വെല്ലായ്മ അവൾക്കുണ്ട്. ചിലപ്പോൾ വീട്ടിൽ ചെന്നാൽ അതിന് ഒരു മാറ്റം കിട്ടുമെന്ന് അവന് തോന്നി. പിന്നെ ഒരു ദിവസം വരാം മുത്തശ്ശി. എത്രയെങ്കിലും ദിവസം ലീവ് എടുത്താൽ ശരിയാവില്ല. അവളെ ഒന്ന് നോക്കിക്കൊണ്ട് തന്നെ അവൻ പറഞ്ഞു. എന്നാ അങ്ങനെ ആവട്ടെ. പിന്നെ മോളെ, ഇന്നലെ നടന്ന കാര്യമൊക്കെ മോള് മറന്നേക്കണം. രാധയെ വിളിച്ച് മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ട്. അവൾക്ക് 2 ദിവസത്തേക്ക് എന്തായാലും വരാൻ പറ്റില്ല എന്നാ പറഞ്ഞത്. അവിടെ അവളുടെ ഭർത്താവിൻ്റെ അനിയത്തി വന്നിട്ടുണ്ട്. ഇവളില്ലാത്ത സമയം അവൾക്ക് അവരെന്തെങ്കിലും എടുത്തു കൊടുക്കുമോ എന്ന ഇവളുടെ പേടി. ഇവിടെ സ്വത്തും പണവും ഇല്ലാത്തതുകൊണ്ടാണോ?
അല്ല, മറ്റുള്ളവർക്ക് എന്തെങ്കിലും കിട്ടിപ്പോകുമോ എന്ന തരം താഴ്ന്ന സ്വഭാവം. പിന്നെ അവനാണെങ്കിൽ ഇന്നലെ തന്നെ ബാംഗ്ലൂർക്ക് നാട് വിട്ടെന്ന് പറയുന്നു. എന്തായാലും ഇതങ്ങനെ വിട്ടുകളയാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. വരട്ടെ, മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്. മുത്തശ്ശൻ പറയുമ്പോൾ അവൾക്ക് എന്തു പറയണമെന്ന് അറിഞ്ഞില്ല. താൻ കാരണം ഒരു പ്രശ്നവും ഉണ്ടാകരുതെന്ന് പറയണമെന്ന് അവൾക്കുണ്ട്. പക്ഷേ താൻ എന്ന പെണ്ണിൻ്റെ മാനത്തെയാണ് അവൻ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. അത് അത്ര ചെറുതായി കാണാൻ അവൾക്ക് പറ്റുന്നില്ല. അത് ആലോചിക്കുമ്പോൾ തന്നെ അവൾക്ക് ആകെക്കൂടെ വല്ലാതെയായി. ചോദിക്കണമെന്നോ ചോദിക്കേണ്ട എന്നോ അവൾ പറഞ്ഞില്ല. പിന്നെ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ടായിരുന്നു. മുത്തശ്ശൻ പറഞ്ഞതും അവർ രണ്ടുപേരും വീണ്ടും ഒന്ന് മുഖത്തോട് മുഖം നോക്കി. മുത്തശ്ശിക്ക് സംഭവം മനസ്സിലായിട്ടുണ്ട്. ഇന്നലെ രാത്രി മുത്തശ്ശനും മുത്തശ്ശിയും കൂടി സംസാരിച്ചെടുത്ത തീരുമാനമാണിത്. എന്താ മുത്തശ്ശ? അവനും അവളും ഒരുമിച്ചാണ് അത് ചോദിച്ചത്. അത് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ഒരു ആഗ്രഹമാണിത്. നിങ്ങൾക്ക് നല്ലതല്ലാത്ത ഒന്നും ഞങ്ങൾ ചെയ്യില്ലെന്ന് മക്കൾക്ക് അറിയാലോ. അത് ഞങ്ങൾക്കറിയില്ലേ മുത്തശ്ശ? പിന്നെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്താണെങ്കിലും മുത്തശ്ശൻ പറഞ്ഞോ, ഞങ്ങൾ അനുസരിച്ചോളാം. അവൻ പറഞ്ഞതും മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കണ്ണുകളൊന്ന് വിടർന്നു. അത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടല്ലേ ഞങ്ങളിത് ആഗ്രഹിച്ചു പോയതും. വേറൊന്നുമല്ല. നിങ്ങൾ രണ്ടുപേരും എന്നും ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നാൽ മതിയോ? നിങ്ങൾ രണ്ടുപേർക്കും നല്ലൊരു ജീവിതമായി കാണണമെന്ന ഞങ്ങളുടെ ഇപ്പോഴത്തെ ആഗ്രഹം. ഇന്നലെ നടന്നതുപോലെ ഒരു കാര്യം ഇനി എൻ്റെ കൊച്ചിന് നടക്കാനും പാടില്ല. മുത്തശ്ശൻ പറഞ്ഞു വന്നതും അവർ രണ്ടുപേരുടെയും ഹൃദയമൊന്ന് പിടച്ചു. മുത്തശ്ശൻ പറയാൻ പോകുന്നത് തങ്ങൾ ആഗ്രഹിച്ചതിനെതിരായിട്ടൊന്നും ആവല്ലേ എന്ന് അവർ രണ്ടുപേരും ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിച്ചു പോയിരുന്നു ആ സമയം. അത് വേറൊന്നുമല്ല, നിങ്ങളുടെ കല്യാണം തന്നെ. ഇവളെ ഒരുത്തൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാലേ ഞങ്ങൾക്ക് സമാധാനമാകൂ. അത് ഞങ്ങൾക്ക് അത്രയും ഇഷ്ടമുള്ള വിശ്വാസമുള്ള നിന്റെ കയ്യിലാകണമെന്ന ഞങ്ങളുടെ ആഗ്രഹം. നിന്നേക്കാൾ നല്ലൊരു കൂട്ട് ഇവൾക്കായി കണ്ടുപിടിക്കാൻ ഞങ്ങൾക്കാവില്ല മോനെ. പിന്നെ നിന്റെ കാര്യവും അങ്ങനെ തന്നെ. എന്നും ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നാൽ മതിയോ? നിനക്കും ഒരു കൂട്ടൊക്കെ വേണ്ടേ? ഇവളേക്കാൾ നല്ലൊരു കൂട്ടിനെ മോന് തരാനും ഞങ്ങൾക്ക് കഴിയില്ല. നിങ്ങളെ രണ്ടുപേരെ വേറെ രണ്ടുപേരുമായി കൂട്ടിച്ചേർക്കുന്നതിലും നല്ലതല്ലേ നിങ്ങളെ തന്നെ കൂട്ടിച്ചേർക്കുന്നത്? അതാ ഞങ്ങളുടെ ആഗ്രഹം. എൻ്റെ മക്കൾ അത് സാധിച്ചു തരില്ലേ? മുത്തശ്ശൻ അത് ചോദിച്ചപ്പോൾ തന്നെ അവർക്ക് വല്ലാത്ത സന്തോഷം തോന്നിയിരുന്നു. ചൂട് പിടിച്ച ഹൃദയത്തിൽ ആരോ തണുത്ത വെള്ളം കോരി ഒഴിച്ചതുപോലെ ഒരു ആശ്വാസം. അപ്പോഴേക്കും സാവിത്രിയമ്മയും ലക്ഷ്മിയമ്മയും അവിടേക്ക് വന്നു. ഞങ്ങൾക്കും ഇത് തന്നെയാ അച്ഛാ പറയാനുള്ളത്. ഇത് നടത്തണം. എൻ്റെ മക്കൾ ഇതിന് സമ്മതിക്കില്ലേ? ലക്ഷ്മിയമ്മ ചോദിച്ചു. അങ്ങ് സമ്മതിച്ചേക്ക് മക്കളെ, നിങ്ങൾ തമ്മിലാണ് ചേരേണ്ടത്. സാവിത്രിയമ്മ കൂടി പറഞ്ഞതും ഒന്നും പറയാതിരിക്കുന്ന മുത്തശ്ശിയെ അവരൊന്ന് നോക്കി. മുത്തശ്ശി, അവൻ മുത്തശ്ശിയെ നോക്കി വിളിച്ചു. ഒന്നും പറയണ്ട, എൻ്റെ മക്കളുടെ മനസ്സ് എനിക്കറിയാം. അവർക്ക് ഈ കല്യാണത്തിന് സമ്മതമാണ്. നമ്മുടെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ വെച്ച് ഒരു താലികെട്ട് മതി, അത്രയും മതി. അത് കഴിഞ്ഞ് ഇവളെ ഇവൻ്റെ കയ്യിലേക്ക് പിടിച്ചേൽപ്പിച്ചു കൊടുത്തിട്ട് മതി ഇനി ഇവിടുന്നൊരു പോക്ക്. അതിന് എത്ര ദിവസം ലീവ് വേണമെന്ന് വെച്ചാൽ അത് മുത്തശ്ശൻ വിളിച്ചു പറഞ്ഞോളും. എന്താ അങ്ങനെയല്ലേ? മുത്തശ്ശി ചോദിച്ചതും അവളും അവനും ഒന്ന് ചിരിച്ചതേയുള്ളൂ. ആ ചിരിയിൽ തന്നെയുണ്ടായിരുന്നു അവരുടെ മറുപടി എന്താണെന്ന്. മുഹൂർത്തം നോക്കിയപ്പോൾ നാളെ ഒരു നല്ല മുഹൂർത്തമുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അധികം വൈകിപ്പിക്കാതെ നാളെ തന്നെ കല്യാണം നടത്താമെന്ന് തീരുമാനിച്ചു. രണ്ടുപേർക്കും സ്വന്തമെന്ന് പറഞ്ഞു വിളിക്കാൻ ആരുമില്ലാത്തതുകൊണ്ട് തന്നെ അധികം ആരും ഉണ്ടായിരുന്നില്ല കല്യാണത്തിന്. തറവാട്ടിലുള്ളവരും പിന്നെ രാഹുലിൻ്റെ കുറച്ച് ഫ്രണ്ട്സും മാത്രം. കേരള സെറ്റ് സാരിയും കരിമ്പച്ച കളർ ബ്ലൗസുമായിരുന്നു അവളുടെ വേഷം. തല നിറയെ മുല്ലപ്പൂ വെച്ചിട്ടുണ്ട്. രണ്ടു കൈയിലും 2 വളകളും കഴുത്തിൽ 2 മാലയും അത്യാവശ്യം വലിപ്പമുള്ള ഒരു ജിമിക്കിയും അവൾ ഇട്ടിട്ടുണ്ട്. എല്ലാം മുത്തശ്ശിയുടെ വകയാണ്. പെട്ടെന്ന് വാങ്ങിയത് ഒന്നുമല്ല. അവളുടെ കല്യാണമാകുമ്പോൾ കൊടുക്കാൻ വേണ്ടി ആദ്യമേ വാങ്ങി വെച്ചതാണ് അവരത്. സാവിത്രിയമ്മയ്ക്കും ലക്ഷ്മിയമ്മയ്ക്കും പിന്നെ അതിലൊന്നും യാതൊരു എതിർപ്പുമില്ലായിരുന്നു. അവർക്ക് സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതറിഞ്ഞാൽ ഭ്രാന്തിളകുന്ന ഒരേ ഒരാൾ രാധയാണ്. അവരോട് ആണെങ്കിൽ ഇക്കാര്യമൊന്നും പറഞ്ഞിട്ട് പോലുമില്ല. ചന്ദനക്കളർ ഷർട്ടും മുണ്ടുമാണ് അവൻ്റെ വേഷം. വേറെ പ്രത്യേകിച്ച് ആർഭാടങ്ങൾ ഒന്നുമില്ല. ആ ഷർട്ടും മുണ്ടും ഇട്ടപ്പോൾ തന്നെ അവൻ്റെ ഭംഗി ഒന്നുകൂടി കൂടിയിരുന്നു. അവൾക്കുള്ള താലി മുത്തശ്ശൻ വാങ്ങാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ അവനത് സമ്മതിച്ചില്ല. അവൻ്റെ അധ്വാനം കൊണ്ട് തന്നെ ആവണം അവൻ്റെ പെണ്ണിനെ താലി ചാർത്തേണ്ടത് എന്ന് അവന് നിർബന്ധമുണ്ടായിരുന്നു. താലിമാല വാങ്ങാനുള്ള പണമൊക്കെ അവൻ്റെ അക്കൗണ്ടിലുണ്ടായിരുന്നു.
ഇതിനു വേണ്ടി മാറ്റിവെച്ചതല്ല. പ്രത്യേകിച്ച് ആവശ്യങ്ങളോ ചെലവുകളോ ഇല്ലാത്തതുകൊണ്ട് അക്കൗണ്ടിൽ കിടന്നുപോയതാണ്. രണ്ടുപേരുടെയും അമ്മയെയും അച്ഛനെയും മനസ്സിൽ കരുതി പ്രാർത്ഥിച്ചു. ഇന്നവർ വല്ലാതെ സന്തോഷിക്കുന്നുണ്ടാകുമെന്ന് അവർക്ക് തോന്നി. ശേഷം എല്ലാവരുടെയും കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിയതും അവർ അമ്പലത്തിലേക്ക് പുറപ്പെട്ടു. അവരുടെ തന്നെ തറവാട്ട് അമ്പലമാണ്. അതുകൊണ്ട് തന്നെ കല്യാണത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം ആദ്യമേ ഒരുക്കിയിരുന്നു. അവൻ അവളുടെ കഴുത്തിൽ താലി കെട്ടുന്നതിനു മുൻപേ അവളും അവനും അവരുടെ അമ്മയെയും അച്ഛനെയും ഒന്നുകൂടി ഓർത്തു. അനുഗ്രഹിക്കണമേ എന്നും കൂടെ ഉണ്ടാകണേ എന്നും മനസ്സുകൊണ്ട് അവർ ഇരുവരും പ്രാർത്ഥിച്ചിരുന്നു. ആ സമയം അവൻ്റെ പേര് എഴുതിയ താലി അവളുടെ കഴുത്തിൽ അവൻ ചാർത്തിക്കൊടുക്കുമ്പോൾ അവൾ ഇരു കൈകളും കൂപ്പി മനസ്സറിഞ്ഞ് ദൈവത്തിനോട് നന്ദി പറഞ്ഞു. അവൻ്റെ വിരലാൽ സീമന്തരേഖ ചുവക്കുമ്പോൾ അവൾ ഇരു കണ്ണുകളും അടച്ച് ഇനി എത്ര ജന്മമുണ്ടോ ആ ജന്മങ്ങളിലെല്ലാം ഇവനെ തന്നെ പാതിയാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചു. താൻ ചാർത്തിയ താലിയും നെറുകിൽ സിന്ദൂരവുമായി നിറഞ്ഞ കണ്ണുകളോടെ നിൽക്കുന്ന പെണ്ണിനെ അവൻ കണ്ണെടുക്കാതെ നോക്കിപ്പോയിരുന്നു എന്നതാണ് സത്യം. അവന് വല്ലാത്ത സന്തോഷം തോന്നി. അവൻ്റെ കണ്ണുകളും നിറഞ്ഞു പോയിരുന്നു. ആ സമയം തറവാട്ടിൽ വലിയൊരു സദ്യ തന്നെ ഒരുക്കിയിരുന്നു. കൂടാതെ കല്യാണം കഴിഞ്ഞ പെണ്ണിനെയും ചെക്കനെയും സ്വീകരിക്കുന്ന എല്ലാ ചടങ്ങുകളും ഉണ്ടായിരുന്നു. എല്ലാ കാര്യത്തിനും ആ തറവാട്ടിലുള്ള എല്ലാവരും മുൻപിൽ നിന്നു. മനസ്സുകൊണ്ട് അത്രമേൽ ഉയരത്തിലാണ് അവരെന്ന് അവനും അവൾക്കും ഒരുപോലെ തോന്നി. തറവാട്ടിൽ വന്ന് അവൻ്റെ കല്യാണ സദ്യ കഴിച്ച ശേഷമാണ് അവൻ്റെ കൂട്ടുകാരെല്ലാം മടങ്ങിപ്പോയത്. എടാ, ഇത്ര പെട്ടെന്ന് നീ ഒരു ഭർത്താവാകുമെന്ന് ഞങ്ങളാരും വിചാരിച്ചില്ല. അവളെയും മനസ്സിലിട്ട് നീ ഇങ്ങനെ കുറേ കാലം കൊണ്ടു നടക്കുമെന്നാ ഞങ്ങളൊക്കെ കരുതിയത്. എന്തായാലും രണ്ടുപേരും സന്തോഷായിട്ടിരിക്കെ. ഇറങ്ങാൻ നേരം അവൻ്റെ കൂട്ടുകാർ പറഞ്ഞതും അവനൊന്ന് ചിരിച്ചു. ശരിയാണ് അവർ പറഞ്ഞത്. അവനും ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇത്ര പെട്ടെന്ന് തൻ്റെയും അവളുടെയും വിവാഹം നടക്കുമെന്നും അവൾ തനിക്ക് സ്വന്തമാകുമെന്നും. ഇന്നത്തെ ദിവസം കൂടി ഇവിടെ നിന്ന് നാളെയാണ് അവർ തിരിച്ചു പോകുന്നത്. രാത്രിയിൽ ഭക്ഷണം കഴിഞ്ഞ് മുറിയിലേക്ക് വന്നതാണ് അവൾ. കേരളസാരിയും മുല്ലപ്പൂവും ഒന്നുമില്ല. കഴുത്തിൽ അവൻ കെട്ടിയ താലിയും നെറുകിൽ അവൻ ചാർത്തിയ സിന്ദൂരവും. അതുമാത്രമേ എന്നത്തേതിൽ നിന്നും വ്യത്യാസമായിട്ടുണ്ടായിരുന്നുള്ളൂ. സാധാരണ വേഷം തന്നെയാണ്. പക്ഷേ ഒരു ഗ്ലാസ് പാല് അവളുടെ കയ്യിൽ കൊടുക്കാൻ ലക്ഷ്മിയമ്മയും സാവിത്രിയമ്മയും മറന്നിരുന്നില്ല. അവൾ മുറിയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ പുറത്തേക്ക് നോക്കി ജനലിനോരം നിൽക്കുകയാണ് അവൻ. അവൾ പാൽ ഗ്ലാസ് കൊണ്ടുപോയി മേശപ്പുറത്ത് വെച്ചു. ശേഷം വാതിലടച്ച് അവന് അരികിലായി വന്നു നിന്നു. അവൻ ഇപ്പോഴും പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. അവൾ അവൻ്റെ കയ്യിലൂടെ ചുറ്റിപ്പിടിച്ച് അവനിലേക്ക് തല ചായ്ച്ചു വെച്ചു. അവൻ്റെ ചുണ്ടിൽ ഒരു മനോഹരമായ പുഞ്ചിരി മിന്നി. അവൻ അവളുടെ കയ്യിൽ നിന്നും കൈ വിടുവിച്ച് അവളുടെ തോളിലൂടെ കൈയിട്ട് അവനോട് ചേർത്ത് പിടിച്ചു. ഇരു കൈകൊണ്ടും അവൾ അവൻ്റെ അരയിലൂടെ ചുറ്റിപ്പിടിച്ച് അവനോട് ചേർന്നു നിന്നു. അവൻ അവളെ ഒന്ന് നോക്കി. അധികം നീളവും തടിയുമില്ലാതെ ഒരു കുഞ്ഞിപ്പെണ്ണ്. അവൻ ഒരു ചിരിയോടെ തന്നെ അവളുടെ നെറുകയിലായി അവൻ്റെ കവിൾ ചേർത്ത് വെച്ചു. അല്പസമയം അവരൊന്നും മിണ്ടിയില്ല. വെറുതെ അങ്ങനെ നിന്നു. അപ്പേട്ടാ. കുറച്ചു സമയം കഴിഞ്ഞതും അവൾ വിളിച്ചു. അവനൊന്ന് പതിയെ മൂളി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. എന്നോട് എപ്പോൾ തൊട്ടാ ഇഷ്ടം തോന്നിയത്? ചോദിക്കുമ്പോൾ അവളുടെ സ്വരം അത്രമേൽ നേർത്തു പോയിരുന്നു. അവൻ അവളെ ഒന്ന് നോക്കി. എന്തേ ഇപ്പോൾ അങ്ങനെ ചോദിക്കാൻ? അവൻ ചോദിച്ചു. ഒന്നുമില്ല, എങ്കിലും പറയ്, എപ്പോൾ തൊട്ടാ? വീണ്ടും അവൾ ചോദിച്ചു. അങ്ങനെ ചോദിച്ചാൽ അറിയില്ല. എപ്പോഴോ. അവൻ ബാക്കി പറയാതെ ഒന്നുകൂടി അവളെ അവനോട് ചേർത്ത് പിടിച്ചു. എന്നാ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ? അവൾ പിന്നെയും ചോദിച്ചതും അവൻ അവളെ ഒന്നുകൂടി നോക്കി. അത് എന്തിനാ എന്നോട് കള്ളം പറഞ്ഞേ? അവൾ ചോദിച്ചതും അവൻ്റെ നെറ്റി ഒന്ന് ചുളിഞ്ഞു. കള്ളോ? എന്ത് കള്ളം? എപ്പോൾ പറഞ്ഞു? അവന് മനസ്സിലായില്ല. അത് അന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞില്ലേ, ഏട്ടൻ്റെ ഓഫീസിലേക്ക് പോകുന്ന വഴിക്കാണ് എൻ്റെ സ്കൂളെന്ന്. അവൾ ചോദിച്ചതും അവനൊന്ന് അവളെ സൂക്ഷിച്ചു നോക്കി. ശരിക്കും എന്നും എന്നെ സ്കൂളിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ അന്ന് അങ്ങനെ കള്ളം പറഞ്ഞേ? അന്ന് എന്നെ കണ്ടപ്പോൾ തൊട്ടേ എന്നെ ഇഷ്ടമായിരുന്നോ? അവൾ വീണ്ടും ചോദിച്ചതും അവൻ അവളുടെ ചെവിയിൽ അധികം വേദനിക്കാത്ത രീതിയിലൊന്ന് പിടിച്ചു. എടി കള്ളി, അപ്പോൾ നിനക്ക് അറിയാമായിരുന്നോ എൻ്റെ ഓഫീസ് അങ്ങോട്ടല്ലെന്ന്? അവൻ കണ്ണുരുട്ടി ചോദിച്ചതും അവൾ അവനെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചു. ആദ്യമൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ പിന്നെ ഒരു ദിവസം കണ്ടു എന്നെ ഇറക്കി തന്ന ശേഷം തിരിച്ചു പോകുന്നത്. എന്തെങ്കിലും ആവശ്യത്തിന് തിരിച്ചു പോയത് ആകുമെന്ന അന്ന് കരുതിയേ. പക്ഷേ പിന്നീടും അങ്ങനെ തന്നെ ചെയ്തപ്പോൾ കാര്യം മനസ്സിലായി.
എടി കള്ളി, എന്നിട്ട് നീ എന്താ എന്നോട് ഇത് പറയാതിരുന്നേ? വെറുതെ എന്നെ എന്നും 2 റൗണ്ട് വണ്ടി ഓടിപ്പിച്ചു. വെറുതെയല്ലല്ലോ, എന്നെ കൊണ്ടാക്കാനല്ലേ. അതിന് നീ ആരാ? അവൻ്റെ കുറുമ്പ് പിടിച്ച ചോദ്യം. ഞാനോ? ഞാൻ ആരാണെന്നോ? പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ മുഖം പിടിച്ചു താഴ്ത്തി. ഞാനോ? ഞാൻ ആരാണെന്നോ? വീണ്ടും അത് തന്നെ പതിയെ പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ കവിളിലൊന്ന് പതിയെ കടിച്ചു. ആ വിടടി, എനിക്ക് വേദനിച്ചു. അവൻ കവിളൊന്ന് ഒഴിഞ്ഞുകൊണ്ട് അവളോട് പറഞ്ഞു. അവളൊന്നും പറയാതെ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവളുടെ ആ കുറുമ്പ് പിടിച്ച മുഖം അവനെ വല്ലാതെ രസിപ്പിച്ചു. അവൻ അവളുടെ അരയിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. ഇനി പറ, എൻ്റെ ഓഫീസ് അങ്ങോട്ട് അല്ലെന്ന് അറിഞ്ഞിട്ടും എന്താ എന്നോട് ചോദിക്കാതിരുന്നേ? എന്താ ഞാൻ തനിയെ പോകാമെന്ന് പറയാതിരുന്നേ? എന്തിനാ എൻ്റെ കൂടെ വന്നുകൊണ്ടിരുന്നേ? പറ, എന്തിനാ? അവളുടെ മുഖത്തോട് മുഖം അടുപ്പിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. അവൻ്റെ സ്വരം അത്രയും നേർത്തിരുന്നു. അവൾ അവൻ്റെ 2 കവിളിലും കൈ ചേർത്ത് വെച്ച് അവൻ്റെ 2 കണ്ണുകളിലേക്കും ആഴത്തിൽ നോക്കി. അത് തങ്ങളുടെ ആത്മാവോളം ആഴത്തിൽ ആഴ്ന്നു ചെല്ലുന്നുണ്ടെന്ന് അവർ ഇരുവർക്കും തോന്നി. അതോ, അതെനിക്ക് ഇഷ്ടമുണ്ടായിട്ട്, പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു. ശരിക്കും? അവൻ ചോദിച്ചതും അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും മുഖം ഉയർത്താതെ തന്നെ ഒരു പുഞ്ചിരിയോടെ അതേ എന്ന് തലയാട്ടി. മനസ്സ് നിറഞ്ഞു വന്ന സന്തോഷത്തോടെ ഒരു പൊട്ടിച്ചിരിയോടെ അവൻ ഒന്നുകൂടി അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു.